സുഹൃത്തുക്കളെ, പച്ചക്കായ കൊണ്ട് ബജ്ജി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടല്ലോ? അടിപൊളി ബജ്ജി കേട്ടോ. നമ്മൾ സ്വന്തം ചുള്ളിയോട് അമ്പലവയൽ റോഡിൽ ആനപ്പാറ സ്കൂൾ കഴിഞ്ഞാൽ കിട്ടുന്ന കടയിലാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഈ സാധനം ഉള്ളത്. ഇതേപോലെ നല്ല അടിപൊളി മാവില്, കടലമാവിലാണ് ഈ നമ്മളുടെ ബജ്ജി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുഴച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് പ്രത്യേകത. പച്ചക്കായ ഇതേപോലെ വെട്ടി നല്ല ഡീസന്റ് ആയിട്ട് അരിഞ്ഞ്, എന്താ പറയാ, അങ്ങനെ നീളത്തിൽ കീറിയിട്ട് ഇതേപോലെ മാവിൽ ഇങ്ങനെ മുക്കിയെടുക്കും കേട്ടോ. ഈ മാവ് കാണാനുള്ള ഭംഗി പോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ആട്ടോ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പിന്നെ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ നേരെ നമ്മളെ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇടും. എണ്ണയിൽ കിടന്നിട്ട് ഇവനങ്ങനെ മൊരിന്ന് കാണാൻ എന്താ രസം എന്നറിയോ. പച്ച കായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പഴംപൊരി, അതുപോലെ മുട്ട ബജ്ജി, ഒരുപാട് ബജ്ജി ഐറ്റംസ് ഇവിടെ വൈകുന്നേരങ്ങളിൽ കിട്ടുട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കാണാൻ മാത്രമല്ല തിന്നാനും നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള അടിപൊളി ബജ്ജി ഇതാ എണ്ണ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഒരുപാട് ബജ്ജി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മള് ഈ കായ ബജ്ജിയാണ് പറഞ്ഞത്. കായ ബജ്ജി ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. നമ്മൾ പഴംപൊരി തിന്നിട്ടുണ്ട്, പക്ഷെ കായ ബജ്ജി തിന്നിട്ടില്ല. ഇതേപോലെ കായ സ്പെഷ്യലായിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 3 ഓർഡർ ചെയ്തു. ആ 3 എണ്ണ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതോടൊപ്പം നല്ല ടേസ്റ്റും ഉണ്ട്. ഇവൻ എന്താ എണ്ണ കിടന്ന് ഇങ്ങനെ ദങ്കി മറിയാണ്. ഇവൻ എന്താ എന്താ പറയാ, നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല്, എണ്ണ കിടന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് കൊഴുത്ത് വീർത്ത ഇവനെ നമ്മളിങ്ങനെ കോരി എടുക്കുകയാണ്. ഈ കോരി എടുക്കുന്ന സാധനം നമ്മൾ ഇതേപോലത്തെ ചമ്മന്തി ഉണ്ട്, നല്ല അടിപൊളി ചമ്മന്തിയാണ്. ആ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി തേച്ചിട്ടുണ്ടല്ലോ, വായയിലേക്ക് ഇങ്ങനെ വെച്ച് എന്താ ക്രിസ്പി, എന്താ ടേസ്റ്റ്, അടിപൊളി സാധനമാണ്. അപ്പൊ വൈകുന്നേരങ്ങളിൽ നേരെ നമ്മളതായി കടയിലേക്ക് വന്നോളൂ. ഇവിടെ അടിപൊളി നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ബജി നമുക്ക് കിട്ടും. അത് ആസ്വദിച്ചിട്ട് പോവാം. എല്ലാവരും വയനാട്ടിലുള്ളവരൊക്കെ ഈ ഭാഗത്ത് കൂടെ ഒന്ന് പോന്നോളൂ കേട്ടോ. കൂടുതൽ വീഡിയോ ഇടണമെങ്കിൽ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ചെയ്തോളൂ, ഹൈപ്പും ചെയ്തോളൂ കേട്ടോ.